ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അവർക്കും അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം നാം മനസ്സിലാക്കുമ്പോൾ അവിടെ ജലപ്രളയം മുതൽ അബ്രഹാം വരെ 10 തലമുറയുടെ ചരിത്രം ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അത് വിവരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സംഗതി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്ന് ഭൂമിയിലൊക്കെയും അതേവരെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നത് പ്രത്യേകം അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് യഹോവയായ ദൈവം ഭാഷ കലക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ബാബേൽ എന്ന പേരായി, അഥവാ കലക്കം എന്ന പേരോടുകൂടി ഈ പട്ടണം അറിയപ്പെടുവാൻ ഇടയായി തീർന്ന ചരിത്രമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പുരാവസ്തു ഗവേഷകർ ശിനാർ ദേശത്ത് ഈ ഗോപുരം കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 12,600 അടി ഉയരവും 700 അടി പൊക്കവുമുള്ള ഒരു മഹാക്ഷേത്രം അവിടെ ഉണ്ട്. അത് അന്ന് ഇവർ പണിത ബാബേൽ കോട്ടയാണ് എന്നാണ് പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ശിനാർ ദേശം എന്നത് തെക്കേ ബാബിലോണിയാണ്. ലോകത്തെ മുഴുവൻ തന്റെ ഏകാധിപത്യത്തിലാക്കുവാൻ നിമ്രോദ് ആഗ്രഹിച്ചു. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് ഒരു പേര് ഉണ്ടാക്കണം എന്നുള്ളതായ ആ ഒരു തീരുമാനത്തോടുകൂടി, അഥവാ ലോകത്തെങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി, പ്രത്യേകിച്ച് ഒരു ജലപ്രളയം കഴിഞ്ഞു, ഇനിയും അങ്ങനെ ഒരു ജലപ്രളയം ഉണ്ടായാൽ അതിനെ അതിജീവിക്കേണ്ടതിന് വേണ്ടിയാണ് അവര് ആകാശം മുട്ടെ ഉയർത്തി ഒരു ഗോപുരം പണിയുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ നമുക്കൊരു പേരുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവര് ആരംഭിച്ചെങ്കിലും ലോക ചരിത്രത്തിൽ ഒരിടത്ത് പോലും അവരുടെ പേര് പിന്നീട് എഴുതപ്പെട്ടിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും അനേകർ തങ്ങൾക്ക് വേണ്ടി പേരും പ്രശസ്തിയും ഉണ്ടാക്കേണ്ടതിന് വേണ്ടി പലവിധമാകുന്ന സംരംഭങ്ങൾ, പലവിധമാകുന്ന കെട്ടുപണികൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ആത്മീക ഗോളത്തിലും ഭൗതിക ഗോളത്തിലും രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ആത്മീക ഗോളത്തിൽ ഇതേപോലെ പേരും പ്രശസ്തിക്കും വേണ്ടി പലവിധമാകുന്ന കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ദൈവം കണ്ട് ദുഃഖിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, അങ്ങനെ തങ്ങൾക്ക് ഒരു പ്രത്യേക പേര് ഉണ്ടാക്കുവാനായിട്ട് തുനിഞ്ഞുവെങ്കിൽ തന്നെയും 11-ാം അധ്യായത്തിൽ പോലും അവരുടെ പേര് രേഖപ്പെടുത്താതെ വണ്ണം മനുഷ്യർ എന്ന് മാത്രമാണ് അവരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ മനുഷ്യർ പരസ്പരം ഏകീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവിക തൃത്വം ഇറങ്ങി വരുന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവിക തൃത്വം ഇറങ്ങി വന്ന് അവിടെ അവരുടെ ഭാഷ കലക്കുകയും അവർ ചിതറിപ്പോവുകയും ഭൂലോകം മുഴുവനുമായി ചിതറിപ്പോയ അനുഭവം നമുക്ക് കാണാൻ കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇന്നും ദൈവത്തിനെതിരായി മനുഷ്യൻ പലവിധമാകുന്ന സംരംഭങ്ങൾ അവൻ കൊണ്ടുവരുന്നു, പദ്ധതികൾ അവൻ കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ പാതി മനുഷ്യരായ ഹ്യൂമനോയിഡുകളെ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആ മനുഷ്യൻ പരിശ്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. ഇതെല്ലാം കാണുമ്പോൾ സർവശക്തനായ ദൈവം മനുഷ്യന്റെ ഈ കണ്ടുപിടുത്തങ്ങളെ, പദ്ധതികളെ എല്ലാം കണ്ട് അതിനെ ശാസിക്കേണ്ടതിന് വേണ്ടി ദൈവവും ഒരുങ്ങുന്ന അനുഭവങ്ങളാണ്
നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് വിപരീതമായി, ദൈവവചനത്തിന് വിപരീതമായി മനുഷ്യൻ കൊണ്ടുവരുന്ന അവന്റെ പദ്ധതികൾ, അവന്റെ പ്ലാനുകൾ ഏത് തന്നെ ആയിരുന്നാലും അതിന്മേലെല്ലാം ഒരു വലിയ നാശം മനുഷ്യൻ കൊയ്യുവാൻ പോകുന്നു എന്നതിന് ഈ ചരിത്രവും തെളിവാണ്. ആയതിനാൽ ദൈവഹിതത്തിന് അനുസരിച്ച് ഭക്തിയോടെ, നിർമ്മലതയോടെ വിശുദ്ധ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കാമല്ലോ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു സഹോദരരെ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു സഹോദരരെ. എന്നിലൂടല്ലാതാരും പിതാവിൻ ചാരത്തണയുകില്ല. എന്നിൽ പിതാവും അവനിൽ ഞാനും വസിച്ചിടുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു സഹോദരരെ. എന്നെ അറിഞ്ഞിടുവോർ നിങ്ങൾ താതനെയും നിത്യം അറിഞ്ഞിടേണം. എന്നെ അറിഞ്ഞിടുവോർ നിങ്ങൾ താതനെയും നിത്യം അറിഞ്ഞിടേണം. പ്രശാന്തി തഴുകിടും മാനസവും നല്ലവർ നിങ്ങൾക്കുള്ളതല്ലോ. എന്നിൽ പിതാവും അവനിൽ ഞാനും വസിച്ചിടുന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു സഹോദരരെ. അസ്വസ്ഥമായിടേണ്ട ഹൃദയം താതനിൽ